എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് CID പരീക്ഷ. നമുക്കറിയാം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 17/2025 ആയിരുന്നു. നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് CID അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിൻ്റെ സിലബസ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത് ഒരു പ്രിലിംസിൻ്റെ പരീക്ഷയാണ്, അതിനുശേഷം മെയിൻസിൻ്റെ പരീക്ഷ, അതിനുശേഷമാണ് ഈ പറയുന്ന റാങ്ക് പട്ടിക നിലവിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പ്രിലിംസിൻ്റെ പരീക്ഷയിലേക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതാറില്ലേ, അതേ സിലബസ് തന്നെയാണ്. അതായത് മാത്സ് 20 മാർക്കിനുണ്ട്, ഇംഗ്ലീഷ് 20 മാർക്കിനുണ്ട്, മലയാളം 10 മാർക്കിനുണ്ട്. 50 മാർക്ക് വരുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ്. ബാക്കിയുള്ള 50 മാർക്കാണ് നിങ്ങളുടെ ബാക്കിയുള്ള വിഷയങ്ങൾക്കായിട്ട് സ്പ്രെഡായി പോകുന്നത്. അത്തരത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് 2026 നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രിലിംസിന്റെ പരീക്ഷ വരുന്നത്. ആ പ്രിലിംസിന്റെ പരീക്ഷയിലേക്ക് SBCID അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിലിംസ് കൂടി കടന്നു വരും. അതിനുശേഷം മെയിൻസിന്റെ പരീക്ഷ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വരും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2026 നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ ഒരു പരീക്ഷയോടുകൂടി കേരള പോലീസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും. ഒരു യൂണിഫോം തസ്തികയല്ല, ഒരു ക്ലറിക്കൽ ജോബാണ്. പക്ഷേ നല്ല പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉള്ള, ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട തസ്തിക കൂടിയാണ് ഈ പറയുന്ന SBCID അസിസ്റ്റന്റ് പരീക്ഷ. അപ്പൊ SBCID എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻ കേരള, അതായത് നമ്മുടെ കേരള പോലീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു CID വിങ് ആണ് എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ മാത്സിന്റെ സിലബസിനകത്തേക്ക് പോകുമ്പോൾ, കുഞ്ഞുങ്ങളെ, പ്രിലിംസിന്റെ സിലബസ് എന്ന് പറഞ്ഞാല് മാത്സിനകത്ത് നിന്നും 12 ചാപ്റ്ററുകളുണ്ട്. കണ്ടോ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും തുടങ്ങി പ്രോഗ്രഷനുകൾ വരെ നീണ്ടു നിൽക്കുന്ന 12 ചാപ്റ്ററുകളും, അതേപോലെ മെന്റൽ എബിലിറ്റി പോർഷനകത്ത് ശ്രേണികളിൽ തുടങ്ങി ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്ന ചോദ്യങ്ങൾ വരെയുള്ള 13 ചാപ്റ്ററുകളും ഉൾപ്പെടെ 12ഉം 13ഉം 25 ചാപ്റ്ററുകളാണ് നമുക്ക് മാത്സിനകത്ത് മൊത്തത്തിൽ ഉള്ളത്. ആ 25 ചാപ്റ്ററിൽ നിന്നുള്ള 20 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്. നോക്കിക്കോണേ, നമ്മുടെ ഈ പറയുന്ന സിലബസിനകത്ത് നിന്നുള്ള ഈ മാത്സിനകത്തുള്ള ടോപ്പിക്കുകൾ നമ്മൾ താഴോട്ട് നോക്കുന്ന സമയത്ത് അവിടെ 8ാമതായിട്ട് കാണുന്ന ടോപ്പിക് എന്താണ്? നിങ്ങൾ നോക്കിക്കേ. അവിടെ 8ാമതായിട്ട് കാണുന്ന ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു 13 ടൈപ്പ് ചോദ്യങ്ങൾ ക്ലാസ്സിലെ ചെയ്ത് പഠിക്കാറുണ്ട്. ചെയ്തു പഠിച്ചതിന് ശേഷം 2021 മുതൽ 2025 വരെയുള്ള വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസ്, മെയിൻസ് പരീക്ഷകളിൽ ചോദിച്ചു പോയ ചോദ്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ സെറ്റ് ആവും. ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ പോകേണ്ടത്. സോ അത്തരത്തിലെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൃത്യമാണോ എന്നറിയുവാൻ ഇന്നത്തെ ക്ലാസ് വളരെയധികം ഉപകാരപ്പെടും. ഇന്നത്തെ ക്ലാസ് പോലെ തന്നെ നിങ്ങൾ ഓരോ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്സിനകത്ത് 20 മാർക്കും നിങ്ങൾക്ക് സിമ്പിളായിട്ട് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പതിയെ പോകുന്നു. മക്കളെ, 2021 ആദ്യമായിട്ട് പ്രിലിംസിന്റെ പരീക്ഷ വരുന്നത്. പ്രിലിംസ്, മെയിൻസ് എന്നൊക്കെ പറയുന്ന ഘട്ടങ്ങളായിട്ട് വരുന്നത് 2021 അന്ന് 2021 2 ഘട്ടങ്ങളിലായിട്ടാണ് പ്രിലിംസിന്റെ പരീക്ഷ അവസാനിച്ചത്. അതിനകത്തെ ആദ്യഘട്ട പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് വായിച്ചു നോക്കി. രാജു ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. റാണി 15, സാഹിൽ 12. ഇവര് 3 പേരും കൂടെ 2 ദിവസം ഈ ജോലി ചെയ്തു.
അതിനുശേഷം ബാക്കി ജോലി രാജു മാത്രം തുടരുന്നു. രാജുവിന് എത്ര ദിവസം ഈ ബാക്കി ജോലി പൂർത്തീകരിക്കാൻ എടുത്തു എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുന്നത് ഏത് മെത്തേഡ് വഴിയാണ്? LCM മെത്തേഡ് വഴിയാണ് നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ അങ്ങോട്ട് പോകാം. നാണ്ടാ മക്കളെ, രാജു ആണെങ്കിൽ ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. 20. റാണിയാണെങ്കിലോ 15 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. എഴുതി വെച്ചു. സാഹില് 12 ദിവസം കൊണ്ടാണ് ആ ജോലി പൂർത്തിയാക്കുന്നത്. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിച്ചിട്ട് അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. 20, 15, 12ന്റെ LCM എത്ര? ഏറ്റവും വലിയ സംഖ്യ 20 അല്ലേ മക്കളെ? 20നെ 15 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 20ന്റെ അടുത്ത മൾട്ടിപ്പിൾ എത്ര? 20 × 2 40 അല്ലേടാ? 40നെ 15 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 20ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ 20 × 3 60 അല്ലേ? 60നെ 15 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും, 12 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും വലിയ സംഖ്യയായ 20ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആയ 60 ആണ് LCM എന്ന് മനസ്സിലായി. അതിനെ നിങ്ങൾ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആണേ? അങ്ങനെ ആകെ ജോലി 60 ആണെന്ന് മനസ്സിലായി. ഇനി ഓരോ ദിവസത്തെ വർക്ക് കണ്ടുപിടിക്കുക. നോക്കിക്കോണേ, 20 ദിവസം കൊണ്ടാണ് 60 ജോലി രാജു പൂർത്തിയാക്കുന്നത്. അപ്പൊ ഒരു ദിവസം ചെയ്യുന്നത് എത്ര ജോലിയാ? 60/20. എടാ, ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാണെന്ന് മനസ്സിലായി. ആണേ? റാണി 15 ദിവസം കൊണ്ടാണ് 60 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം അവൾ ചെയ്യുന്നത് 60/15, ഒരു ദിവസം ചെയ്യുന്നത് 4 ജോലിയാണെന്ന് മനസ്സിലായി. അടുത്തത് സാഹില് 12 ദിവസം കൊണ്ടാണ് 60 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 60/12, അതായത് 5 ജോലിയാണെന്ന് മനസ്സിലായി. അപ്പൊ രാജു ഒരു ദിവസം 3 ജോലി ചെയ്യും, റാണി ഒരു ദിവസം 4 ജോലി ചെയ്യും, സാഹിൽ ഒരു ദിവസം 5 ജോലി ചെയ്യും. ഇനി ചോദ്യകർത്താവ് പറയുന്നു, ഇവര് 3 പേരും കൂടെ 2 ദിവസം പണിയെടുത്തു. മക്കളെ, ഇവര് 3 പേരും കൂടെ ഒരു ദിവസം പണിയെടുക്കുവാണെങ്കിൽ എത്ര ജോലി തീരും? 3ഉം 4ഉം കൂടെ കൂട്ടിയാൽ 7, 7, 5, 12. അതായത് ഇവന്മാര് 3 പേരും, രാജുവും റാണിയും സാഹിലും കൂടെ ഒരുമിച്ച് പണിയെടുക്കുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാല് 3ഉം 4ഉം 7ഉം 5ഉം 12 ജോലിയാണ് പൂർത്തിയാക്കുന്നത്. അങ്ങനെ എത്ര ദിവസം പണിയെടുത്തു? 2 ദിവസം പണിയെടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ദിവസം 12 ജോലി. അപ്പൊ 2 ദിവസം ആകുമ്പോൾ 12 × 2 മക്കളെ 24 ജോലി തീർന്നു എന്നർത്ഥം. അപ്പൊ 24 ജോലി അവിടെ തീർന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി ബാക്കി എത്ര ജോലിയുണ്ട്? മൊത്തം 60 ആയിരുന്നു. അതിൽ നിന്ന് 24 കുറച്ചാല് 10 കുറച്ചാൽ 6 ആണ്. പിന്നെ അവിടെ 5 ഉള്ളൂ. 5 × 2 കുറച്ചാൽ 3. അതായത് ബാക്കി ജോലി എന്ന് പറയുന്നത് 36 ആണ്. ആ 36 ജോലി ആരാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ബാക്കി ജോലി രാജു മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? റാണിയും സാഹിലും അവിടുന്ന് പോയി. അപ്പോൾ ബാക്കി ജോലി എത്ര എന്ന് ചോദിച്ചാൽ 36. ബാക്കി ജോലി എത്ര? 36. ആ ബാക്കി ജോലി ആരാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്? രാജു മാത്രമാണ് ചെയ്യുന്നത്. എടാ, രാജു ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലി അല്ലേ? രാജു ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലി. അങ്ങനെ 36 ജോലി തീരണമെങ്കിൽ എത്ര ദിവസം വേണം എന്നാണ് ചോദ്യം. ഒരു ദിവസം 3, അങ്ങനെ 36 ജോലി തീരണമെങ്കിൽ എത്ര ദിവസം വേണം? സിമ്പിൾ ആയിട്ട് 36നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 36നെ 3 കൊണ്ട് ഹരിച്ചാൽ 12 വരും. അതായത് ഒരു ദിവസം 3 ജോലി വെച്ച് ചെയ്യുവാണെങ്കിൽ 12 ദിവസം കൊണ്ട് 12 × 3 36 ജോലിയും തീരും. അപ്പോൾ ഇനി
അതായത് ബാക്കി ജോലി രാജു ഒറ്റയ്ക്ക് പൂർത്തിയാക്കണമെങ്കിൽ ഇനി 12 ദിവസം കൂടി വേണം. അതായത് അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. സോ അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നു. 2021 ആദ്യഘട്ട പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ 2021 രണ്ടാം ഘട്ട പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം അങ്ങനെ ക്രമത്തിൽ അങ്ങ് പഠിക്കണം. 2021 മൊത്തം തീർക്കുക, 2022 തീർക്കുക, 2023, 2024, 2025 അങ്ങനെ ടോപ്പിക് വൈസ് PYQ കൂടി നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിൽ എക്സ്പേർട്ട് ആവും. നോക്കിക്കോണേ, ചോദ്യകർത്താവ് ചോദിക്കുന്നത് എന്താണ്? 2 വിമൻ, 2 സ്ത്രീകളും 5 പുരുഷന്മാരും കൂടെ ഒരു ജോലി 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് 3 സ്ത്രീകളും 6 പുരുഷന്മാരും കൂടെ 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ മാത്രം ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചത്. പഴയതുപോലെ തന്നെ ദാണ്ടെ ഒന്നും കൂടെ പിടിച്ചതാണ്ടെ ഇതുപോലെ അങ്ങ് എഴുതുക. 5 പുരുഷന്മാര് 5 men, നോക്കിക്കോണേ, 5 men ആൻഡിന് പകരം പ്ലസ് കൊടുക്കുക. 5 men ആൻഡ് 2 women ഇവരാണെങ്കിൽ ഒരു ജോലി 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. 4 days. അടുത്തത് 6 മെന്നും 3 വിമനും കൂടെ ആണെങ്കിൽ, ഈ ഒരു ഗ്യാങ് ആണെങ്കിൽ ആ ജോലി 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. അത് നമ്മൾ വൃത്തിയായിട്ട് എഴുതി വെച്ചു. ഇവിടെ ആ ഒന്നാമത്തെ സെറ്റ് ഉണ്ടല്ലോ, അവരെ നിങ്ങൾ ഒരു ഗ്യാങ് ആയിട്ട് അങ്ങ് പരിഗണിക്കുക. അവരെ M1 ആയിട്ട് പരിഗണിക്കുക. എടാ കുഞ്ഞുങ്ങളെ, M1 ആളുകൾ ഒരു ജോലി D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തോ പറയും? M1 D1 ഈസ് ഈക്വൽ ടു M2 D2 എന്നല്ലേ പറയുന്നത്? അതേ ഇവിടെ ഇക്വേറ്റ് ചെയ്താൽ മതി. M1 D1 ഈസ് ഈക്വൽ ടു M2 D2 എന്ന് പറയുവാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമതായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ്. M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം M1 D1 ഈസ് ഈക്വൽ ടു M2 D2 എന്ന് പറയുവാൻ സാധിക്കും. ഇനി 4 അകത്തോട്ട് ഗുണിച്ചാട്ടെ. 4 × 5 20 M എന്ന് വരും. 4 × 2 8 W എന്ന് വരും. 3 × 6 18 M എന്ന് വരും. 3 9 W എന്ന് വരും. ഇവിടെ MW എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാ. വലതുവശത്ത് കിടക്കുന്ന 18 M ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് മൈനസ് അല്ലേ? അപ്പോൾ 20 M മൈനസ് 18 M. എടാ 20 M ന്ന് 18 M കുറച്ചാൽ 2 M എന്ന് വരും. ഇടതുവശത്ത് കിടന്ന 8 W പറഞ്ഞ് അപ്പുറത്തേക്ക് വിട്ടു. 9 W മൈനസ് 8 W എന്ന് പറഞ്ഞാൽ 1 W ആണെന്ന് മനസ്സിലായി. ഇനി അവിടുന്ന് MW ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. സോ ഇടതുവശത്ത് M കിടപ്പുണ്ട്, അവിടെ നിൽക്കട്ടെ. വലതുവശത്ത് ഗുണിച്ചുകൊണ്ടിരിക്കുന്ന W ഇപ്പുറത്തേക്ക് തട്ടിയാൽ അത് M/W ആയിട്ട് മാറി. പകരം വലതുവശത്ത് 1 കിടപ്പുണ്ട്. ഇടതുവശത്ത് കിടന്ന 2 എടുത്ത് അപ്പുറത്തേക്ക് തട്ടി സ്വാഭാവികമായിട്ടും 1/2 എന്ന് വരും. അതായത് M/W ഈസ് ഈക്വൽ ടു 1/2 എന്ന് എഴുതാവുന്നതാണ്. ഇത്രയും എഴുതുന്നതുകൊണ്ട് ആർക്ക് ഡൗട്ട് ഇല്ലല്ലോ. M/W ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അതായത് അവിടെ എമ്മിന്റെ വിലയാണ് 1. കണ്ടോ? M/W കിട്ടിയാൽ എമ്മിന്റെ നേരെയുള്ള സംഖ്യ എന്ന് പറയുന്നത് എമ്മിന്റെ വിലയായിട്ട് പരിഗണിക്കുക. ഡബ്ല്യുവിന്റെ നേരെയുള്ള സംഖ്യ ഡബ്ല്യുവിന്റെ വിലയായിട്ടും അങ്ങ് പരിഗണിക്കുക. വേറൊന്നും ആലോചിക്കണ്ട. അത് റേഷ്യോ മെത്തേഡ് എന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ ആപ്പിനകത്തെ ക്ലാസ് വൃത്തിയായിട്ട് കാണുമ്പോൾ മനസ്സിലാകും. ഇത് ടൈപ്പ് 7 പ്രോബ്ലം ആണ്. ഇത്തരം ചോദ്യങ്ങളെ ആൻഡ് ടൈപ്പ് ചോദ്യങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ എമ്മിന്റെ വില എത്ര? 1. ഡബ്ല്യുവിന്റെ വില എത്ര? 2. ഈ വില നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പില് ലെഫ്റ്റിലോ റൈറ്റിലോ കൊണ്ടുപോയി കൊടുക്കുക. ഈ സ്റ്റെപ്പം കാണാതെ പഠിച്ചങ്ങ് പോയാൽ മതി. അപ്പൊ ദാണ്ടെ ഞാൻ ലെഫ്റ്റിലോട്ട് അങ്ങ് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈറ്റിൽ കൊടുത്താലും മതി, അത് നിങ്ങൾ ഇഷ്ടമാണ്.
ഇപ്പൊ ഞാൻ ലെഫ്റ്റിലോട്ട് കൊടുക്കാൻ പോവാ. അപ്പൊ നാട്ടെ എന്തായിട്ട് വരും? എമ്മിന്റെ വില 1 ആണ്. അപ്പൊ 5 എം എന്ന് പറഞ്ഞാൽ 5 × 1 5 എന്ന് വരും. പ്ലസ് മക്കളെ ഡബ്ല്യുവിന്റെ വില 2 ആണ്. 2 ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 2 × 2 4 എന്ന് വരും. ബ്രാക്കറ്റിന്റെ പുറത്തൊരു 4 കടപ്പമുണ്ട്, അതുപോലെ അങ്ങ് എഴുതി വെച്ചു. നിർത്തല്ലേ. ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കേണ്ട സാധനം എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കണം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 1 man അല്ലേടാ, 1 man അല്ലേടാ കണ്ടുപിടിക്കേണ്ടത്. 1 man എന്ന് പറഞ്ഞ 1 m ആണ് കണ്ടുപിടിക്കേണ്ടത്. എമ്മിന്റെ വില 1 ആണ് അല്ലേ? എമ്മിന്റെ വില 1 അല്ലേ? അപ്പൊ 1 m എന്ന് പറഞ്ഞ 1 × 1 1, അതായത് 1 ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലായി. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കുക. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 1 കൊണ്ട് ഹരിക്കുക. എടാ 5 4 കൂടെ കൂട്ടിയാൽ 9. ആ 9ഉം 4ഉം കൂടെ ഗുണിച്ച എത്ര? 9 × 4 36 അല്ലേ? ആ 36നെ 1 കൊണ്ട് ഹരിച്ച എത്ര? 36നെ 1 കൊണ്ട് ഹരിച്ചാൽ 36 ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഓപ്ഷൻ എ ആയിരുന്നു അവിടുത്തെ ശരി ഉത്തരം. ഓപ്ഷൻ എ നിങ്ങൾ ബബിൾ ചെയ്യുക, നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അത്രേ ഉള്ളൂ പരിപാടി, ഇത്രേ ഉള്ളൂ പരിപാടി. സെറ്റാണേ. അടുത്തത്, അപ്പൊ നമ്മൾ 2021 കഴിഞ്ഞു. 2 ഘട്ട പരീക്ഷ, 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചു. അടുത്ത് നമുക്ക് 2022 പോകാം. 2022 3 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ പൂർത്തിയായത്, ഡിഗ്രി ലെവൽ പ്രിലിംസ്. അപ്പൊ അവിടെ ഒന്നാമത്തെ ചോദ്യം ആദ്യഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. സെയിം ക്വസ്റ്റ്യൻ ആണ്, ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ നമ്മൾ പഠിച്ച അതേ സാധനം. ഒന്ന് അടിച്ചടാ, എല്ലാവരും ഒന്ന് അടിച്ച് പെട്ടെന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കി. ഏതാണ്ടേ പഴയതുപോലെ താണ്ടേ അങ്ങോട്ട് എഴുത്. 3 വിമൻ പ്ലസ് 6 മെന്ന് എത്ര ദിവസമാ? 5 ദിവസം. കണ്ടോ, 5 എന്ന് എഴുതി വെച്ചു. ദിവസങ്ങളുടെ എണ്ണം 5. അടുത്തത് 4 വിമൻ. ദാണ്ട ശ്രദ്ധിച്ചോണം. 4 വിമൻ 7 മെന്ന് എത്ര ദിവസമാ? 4 ദിവസം എഴുതി വെച്ചു. 4 എന്ന് എഴുതി വെച്ചു. സെറ്റല്ലേ? ഇനി അകത്തോട്ട് ഗുണിച്ചേ. 5 × 3 15 W, 5 × 6 30 M എന്ന് വരും. 4 × 4 16 W, 4 × 7 28 M എന്ന് വരും. സോ 28 M ഇപ്പുറത്ത് വന്നാൽ 30 M മൈനസ് 28 M എന്ന് പറഞ്ഞാല് എടാ 2 M എന്ന് വരും. പകരം 15 W ഇപ്പുറത്ത് പോയാൽ 16 W മൈനസ് 15 W എന്ന് പറഞ്ഞാല് 1 W എന്ന് വരും. അവിടുന്ന് M/W = 2/1 എന്ന് എഴുതിക്കൂടെ? അതായത് വലതുവശത്ത് കിടന്ന ഡബ്ല്യുവിനെ എടുത്ത് ഇടത്തേക്ക് തട്ടിയാൽ M/W, ഇവിടെ കിടന്ന 2നെ എടുത്ത് അപ്പുറത്തേക്ക് തട്ടിയാൽ 1/2 എന്ന് വരും കേട്ടോ. നമ്മൾ M/W ആണ് എടുത്തിരിക്കുന്നത്, ശ്രദ്ധിച്ചോണം, തെറ്റിപ്പോരുത്. M/W ആണ് എടുത്തിരിക്കുന്നത്. സോ ഒന്നും കൂടെ പറഞ്ഞു തരാം. വലതുവശത്ത് കിടന്ന ഡബ്ല്യുവിനെ എടുത്ത് ഇപ്പുറത്തേക്ക് തട്ടി, അപ്പൊ M/W ആയി. പകരം വലതുവശത്ത് 1 കിടപ്പുണ്ട്, അതുപോലെ എഴുതി വെച്ചു. ഇടതുവശത്ത് ഗുണിച്ചുകൊണ്ട് 2 അപ്പുറത്ത് പോയാൽ ഹരണമായി, അപ്പൊ 1/2 എന്ന് വരും. അതായത് എമ്മിന്റെ വില 1 ആണെന്ന് മനസ്സിലാക്കുക, ഡബ്ല്യുവിന്റെ വില 2 ആണെന്ന് മനസ്സിലാക്കുക. എമ്മിന്റെ നേരെയുള്ള സംഖ്യ എമ്മിന്റെ വിലയാണ്, ഡബ്ല്യുവിന്റെ നേരെയുള്ള സംഖ്യ ഡബ്ല്യുവിന്റെ വിലയാണ്. എമ്മിന്റെ വില 1, ഡബ്ല്യുവിന്റെ വില 2 ആണെന്ന് മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സാധനം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലെ ലെഫ്റ്റിലോ റൈറ്റിലോ കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ റൈറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് കൊടുത്താലും മതി, അതല്ല നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പൊ നാട്ടെ ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, എവിടെ വേണമെങ്കിലും കൊടുക്കാം. എവിടെങ്കിലും ഒരിടത്തേ കൊടുക്കാവുള്ളൂ. എന്നിട്ട് ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കേണ്ട സാധനം, അതാണ് സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ റൈറ്റ് കൊടുക്കുക ഇത്തവണ. നോക്കിക്കോണേ, ഡബ്ല്യുവിന്റെ വില 2 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 4 W എന്ന് പറഞ്ഞാൽ എത്ര? എടാ ഡബ്ല്യുവിന്റെ വില 2 ആണെങ്കിൽ 4 W എന്ന് പറഞ്ഞാൽ 4 × 2 8 അല്ലേ? 8 പ്ലസ് എമ്മിന്റെ വില 1 ആണ്. അപ്പോൾ 7 M എന്ന് പറഞ്ഞാൽ 7 × 1 7 എന്ന് വരും. ബ്രാക്കറ്റിന്റെ പുറത്തൊരു 4 കടപ്പുണ്ട്, നിർത്തരുത്. ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കേണ്ട സാധനം എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കുക. എടാ കുഞ്ഞുങ്ങളെ, ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 2 ചോദ്യം. 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല വൃത്തിയായിട്ട് ഓർത്തിരുന്നോണം. ഒന്നാമത്തെ ചോദ്യം 1 വിമൻ എലോൺ എന്നാണ് പറഞ്ഞത്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക്
അപ്പൊ ആദ്യം കണ്ടുപിടിക്കേണ്ടത് 1 വിമൻ, അതായത് 1 ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിന്റെ വില എത്ര? ഡബ്ല്യുവിന്റെ വില 2 അല്ലേ? അപ്പൊ 1 ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 1 × 2 2. അപ്പൊ ആദ്യം കണ്ടുപിടിക്കേണ്ടത് 2. അപ്പോ 8ഉം 7ഉം കൂടെ കൂട്ടിയാൽ 15. ആ 15നെ 4 കൊണ്ട് ഗുണിച്ചാൽ 15 × 4 60. ആ 60നെ 2 കൊണ്ട് ഹരിച്ചാൽ 30. അപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് 1 വിമൻ എലോൺ, ഉത്തരം 30 ദിവസം എന്ന് വരും. രണ്ടാമത്തെ ചോദ്യം 1 മാൻ എലോൺ. കണ്ടോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ദാണ്ടേ 1 മാൻ എലോൺ എന്നാണ് പറഞ്ഞത്. അപ്പൊ പഴയ പോലെ തന്നെ നമ്മുടെ സ്റ്റെപ്പിലെ ചെറിയൊരു മാറ്റം വരുത്താൻ പോവാണ്. അതായത് 8 + 7 × 4 വരെ സെയിമാ. അതായത് M/Wനകത്ത് എമ്മിന്റെ വിലയും ഡബ്ല്യുവിന്റെ വിലയും മേളിൽ കൊണ്ട് കൊടുത്തണം വരെ സെയിമാ. ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കേണ്ട സാധനം എന്ന് പറയുന്നത്, എടാ കണ്ടുപിടിക്കേണ്ടത് 1 മാൻ എലോൺ 1 M. എമ്മിന്റെ വില എത്ര? എമ്മിന്റെ വില 1 അല്ലേ? അപ്പോൾ 1 M എന്ന് പറഞ്ഞാൽ 1 × 1 1 1 × 1 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 1 കൊണ്ട് ഹരിക്കുക. 8ഉം 7ഉം കൂടെ കൂട്ടിയാൽ 15. 15നെ 4 കൊണ്ട് ഗുണിച്ചാൽ 60. ആ 60നെ 1 കൊണ്ട് ഹരിച്ചാൽ 60 തന്നെ. അപ്പോൾ 30,60 എന്നുള്ള ആൻസറിലേക്ക് പോകാം. 30 60 തെറ്റിപ്പോരുത്, തിരിഞ്ഞു പോരുത്. 30 60 ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. 30ഉം 60ഉം ആയിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പഠിച്ചു വെച്ചോണം. 1 മാർക്കാണ് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യന്. 30 60 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 2022 2ാം ഘട്ട പരീക്ഷയ്ക്ക് അവിടെ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. നമുക്ക് 3ാം ഘട്ടത്തിലേക്ക് പോകാം. സോ 3ാം ഘട്ടത്തിൽ ചോദിച്ചത് എ വർക്ക് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ 8 men ഓർ 12 വിമൻ ഇൻ 25 days എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? എടാ 8 പുരുഷന്മാരോ 12 സ്ത്രീകളോ ഒരു ജോലി 25 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ നമുക്ക് അതുപോലെ അങ്ങ് എഴുതി വെക്കാം. എന്നാണ്ടേ 8 men 8 പുരുഷന്മാരാണെങ്കിൽ, ഇതാണ്ടേ 8 men ആണെങ്കിൽ 25 ദിവസം. 8 men ആണെങ്കിൽ 25. അതേപോലെ 12 വിമൻ ആണെങ്കിലും 25 തന്നെയാണ്. 8 പുരുഷന്മാരാണെങ്കിൽ 25, 12 സ്ത്രീകൾ ആണെങ്കിലും 25. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ പറയാം? M1 D1 = M2 D2 എന്ന് പറഞ്ഞുകൂടെടാ. M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം M1 D1 = M2 D2 എന്ന് പറയാം. നമ്മൾ അതുപോലെ എഴുതി വെച്ചു. M1 എന്ന് പറഞ്ഞാൽ 8 പുരുഷന്മാര്, D1 25, M2 എന്ന് പറയുന്നത് 12 സ്ത്രീകളാണ്. പിന്നെ D2ൽ മാറ്റമില്ല, 25 തന്നെയാണ്. എഴുതി വെച്ചു. സോ നിങ്ങൾ മനസ്സിലൊന്ന് ചെയ്തു നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ തന്നെ 25 വെട്ടിക്കളഞ്ഞൂടെ? കാരണം ഈ 25 അപ്പുറത്ത് പോയാലും സെറ്റാണ്. അപ്പൊ 8M = 12W എന്ന് വരത്തില്ലടാ. ഇതൊക്കെ മനസ്സിൽ ചെയ്യടാ. 8M = 12W എന്ന് വരും. അവിടുന്ന് നമുക്ക് M അവിടെ നിൽക്കട്ടെ. വലതുവശത്ത് കിടക്കുന്ന ഡബ്ല്യുവിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാലേ M/W എന്ന് വരും. പകരം വലതുവശത്ത് ഓൾറെഡി 12 കിടപ്പുണ്ട്. ഇടതുവശത്ത് കിടന്ന 8 അപ്പുറത്ത് പോയാൽ ഹരണമായി 12/8 ആയിട്ട് മാറി. 25 പോയി. സോ വെട്ടി ചെറുതാക്കുവാണെങ്കിൽ ദാണ്ടേ 3 4 12 2 4 8. ദാണ്ടേ M/W = 3/2 എന്ന് വരും. അതായത് എമ്മിന്റെ നേരെയുള്ള സംഖ്യയായ 3 ആണ് എമ്മിന്റെ വില. ഡബ്ല്യുവിന്റെ നേരെയുള്ള സംഖ്യയായ 2 ആണ് ഡബ്ല്യുവിന്റെ വില. ഇതെന്ത് ചെയ്യണം? ഒന്നാമത്തെ സ്റ്റെപ്പില് ലെഫ്റ്റിലോ റൈറ്റിലോ കൊടുക്കുക. അത് നിങ്ങൾ ഇഷ്ടം. ഇപ്പൊ ഞാൻ ലെഫ്റ്റിലോട്ടാണ് കൊടുക്കാം. പഴയതുപോലെ തന്നെ സെയിം. ഇപ്പൊ നമ്മൾ പഠിച്ച അതേ പ്രോബ്ലം കേട്ടോ. ഞാൻ ലെഫ്റ്റിലോട്ട് കൊടുത്തു, അല്ലെ റൈറ്റ് കൊടുത്താലും മതി, നിങ്ങൾ ഇഷ്ടം. അപ്പൊ ഞാൻ ലെഫ്റ്റിലോട്ട് കൊടുത്ത സമയത്ത് എന്തായിട്ട് മാറും? എമ്മിന്റെ വില 3 ആണേ. അപ്പൊ 8M എന്ന് പറഞ്ഞാൽ
8 ഇൻറ്റു എമ്മിൻ്റെ വില 3 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കേണ്ട സാധനം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ചോദ്യകർത്താവ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ക്വസ്റ്റിൻ്റെ അവസാനം ഒന്ന് വായിച്ചേ, 10 men and 5 women ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? ഇതാണ്ടേ 10 men and 5 women ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, എമ്മിൻ്റെ വില എത്രടാ? 3 അല്ലേടാ? എമ്മിൻ്റെ വില 3. അപ്പോൾ 10 എം എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 3 30 വരും. ഡബ്ല്യുവിൻ്റെ വില 2. 5 ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 2 10. 30ഉം 10ഉം കൂടെ കൂട്ടിയാൽ 40. കണ്ടുപിടിക്കേണ്ടത് 40. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ദാ പിടിച്ചു നോക്കിക്കോണേ. ഇതാണ്ടേ എടാ കുഞ്ഞുങ്ങളെ, 8ന്റെ 5ാമത്തെ ഗുണിതമാണ് 40 അല്ലേ? അതേപോലെ 5ന്റെ 5ാമത്തെ ഗുണിതമാണ് 25. 5ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 15 വരും. 15 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആയിരുന്നു. സോ ഓപ്ഷൻ എ ആയിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ അങ്ങനെ 2021ലെയും 2022ലെയും ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിലെ വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തി അവസാനിപ്പിച്ചത്. അപ്പം ബാക്കിയുള്ള ചോദ്യങ്ങൾ 2023, 2024 അവിടെ മെയിൻസിന്റെ ചോദ്യങ്ങളുണ്ട്. അതേപോലെ 2025ലേക്ക് വരുമ്പോൾ കുറെ പ്രിലിംസ് മെയിൻസിന്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ വീഡിയോ ലെങ്തി ആയി പോകുന്നത് കൊണ്ട് രണ്ടാമത്തെ ഭാഗമായിട്ട് നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്തു പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾ കിട്ടുന്ന ഇത്തരം നോട്ടുകൾ ഭംഗിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് കൂടി നിങ്ങൾ മുമ്പോട്ട് പോകണം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, വരാൻ പോകുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് CID പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഏറ്റവും പുതിയ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരം പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ബേസ്മെന്റ് സ്ട്രോങ് ആക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ബാച്ച് തുടങ്ങിയിരിക്കുന്നത്. സോ ഇപ്പോൾ തുടങ്ങിയ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന്റെ ബേസ്മെന്റ് സ്ട്രോങ് ആക്കിയിട്ട് മുമ്പോട്ടുള്ള ബാക്കിയുള്ള വിഷയങ്ങൾ നിങ്ങളെ സെറ്റാക്കി തരും. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ എങ്ങനെ പോയാലും ആ പ്രിലിംസിന്റെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 70+ അടിക്കുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയിട്ടുള്ള നമ്മളൊരു ടൈം ടേബിൾ ആണ് ഇപ്പോൾ നിലവിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് ഇവിടുത്തെ ഓരോ അധ്യാപകരും മെറ്റീരിയൽസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. SCERT ആണെങ്കിലും NCERT ആണെങ്കിലും ഈ കഴിഞ്ഞു പോയ ചോദ്യപേപ്പറിന്റെ പാറ്റേൺ പരിശോധിച്ചിട്ട് ഏത് മേഖലയിലാണോ ചോദ്യകർത്താവ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അത്തരം മേഖലകൾ കണ്ടെത്തി അവിടെ നിന്നുള്ള നോട്ടുകൾ പരമാവധി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് KSന്റെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. സോ അത്തരത്തിലെ ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ നിങ്ങൾക്ക് ആ ബോർഡ് നമ്പർ ഉണ്ടല്ലോ, 8590202323 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് ബേസ്മെന്റ് സ്ട്രോങ് ആക്കി പ്രിലിംസിന് മുമ്പായിട്ട് സിലബസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതി കൃത്യമായിട്ടുള്ള ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഈ സർക്കാർ ജോലി നേടിയെടുക്കാനുള്ള എല്ലാ സാധ്യതകളും CCL സജ്ജമാക്കിയിട്ടുണ്ട്. സോ എല്ലാവരും ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുത്തുകൊണ്ട് CCയുടെ ഭാഗമാകുക. 2026 കൂടി നമുക്ക് സർവീസിലേക്ക് കാലെടുത്ത് വെക്കുവാനുള്ള, അല്ലെങ്കിൽ 2026 നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ പരീക്ഷയിൽ തീർച്ചയായിട്ടും വിജയം എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. 2027 ലിസ്റ്റ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ജോലി കിട്ടുന്ന അല്ലെങ്കിൽ അഡ്വൈസ് ആകുന്ന ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ പേരുണ്ടാകും. അത്തരത്തിലെ വലിയ ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോവാം. ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.